മഹാപ്രഭു നാരായണൻ പ്രത്യക്ഷപ്പെട്ടു. അലോകൈകനാഥനായിട്ടുള്ള ഭഗവാൻ അനശ്വരമായിട്ടുള്ള തൻ്റെ വാസുദേവം എന്ന് പേരോട് കൂടിയിട്ടുള്ള ആ രൂപത്തെ കാണിച്ചു. തത്രസ്തം വാസുദേവം ച വിശ്വരൂപിണമവ്യയം സഹസ്രഭുജ സംയുക്തം സഹസ്രായുധഭൂഷിതം. നാരായണ കവചത്തിൽ പോലും അഷ്ടബാഹു എന്നേ പറയുന്നുള്ളൂ. അഷ്ടഗുണോ അഷ്ടബാഹു എന്നേ പറയും. ഇവിടെ സഹസ്രബാഹുവായിട്ടാണ് ഭഗവാനെ കാണുന്നത്. അങ്ങനെ വാസുദേവ രൂപത്തെ കാണിച്ചപ്പോൾ ഈ മഹാൻ എന്ത് ചെയ്തു? അവൻ തൻ്റെ മായ കൊണ്ട് അതേമാതിരി വേറൊരു വാസുദേവനെ 1000 കൈകളോട് കൂടിയിട്ടും 1000 ആയുധങ്ങളോട് കൂടിയിട്ടും ഗരുഡന്റെ പുറത്ത് അപ്പുറത്ത് കാണിച്ചു. ഒരു ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ തൻ്റെ അകത്ത് സൃഷ്ടിക്കാൻ പറ്റും. അവൻ യുദ്ധത്തിൽ ഭഗവാനെ അത് പ്രയോഗിക്കുന്നു. ഭഗവാനെതിരെ എങ്ങനെയാണോ രാമബാണം കത്തിച്ചാമ്പലായി പോയത് ഹനുമാന്റെ നേരെ പ്രയോഗിച്ചപ്പോൾ രാമൻ അതേപോലെ, ആ കഥയൊന്നും വിസ്തരിക്കുന്നില്ല, അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ശ്രീരാമന്റെ ബാണം പോലും, രാമബാണം എന്തിനീ നശിപ്പിക്കുന്ന രാമബാണം ഹനുമാൻ നെഞ്ചി വരിച്ചിരുന്നപ്പോൾ ഭഗവാൻ എതിരെ നിൽക്കേണ്ടി വന്നു ഇത്ര ഒരു തവണ. അപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എൻ്റെ ബാണം നിഷ്ഫലമായെന്ന് പറയുമ്പോൾ പറയും, ഭഗവാനെ അങ്ങയുടെ ബാണത്തെക്കാട്ടിലും അങ്ങയുടെ രൂപത്തെക്കാട്ടിലും മഹിമയാണ് അങ്ങയുടെ നാമത്തിന്. ആ നാമത്തിന്റെ ശക്തി കൊണ്ടാണ് അങ്ങയുടെ ബാണം നിഷ്ഫലമായി പോയതെന്ന് പറയും. അതേപോലെ ഇവിടെ ഭഗവാന്റെ ആയുധങ്ങൾ ഇവന്റെ മുന്നിൽ നിഷ്ഫലമാണ്. ആ രാക്ഷസന്റെ മായാശക്തി അതിക്രമിക്കാൻ ശക്തനാണെങ്കിലും ഭഗവാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് അത്. തറവാടികളായിട്ടുള്ള ആൾക്കാരങ്ങനെയാണ്, കുലീനരായിട്ടുള്ള ആൾക്കാരങ്ങനെയാണ്. ശത്രുവാണെങ്കിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യും. ഭഗവാൻ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് അവനും തൻ്റെ കുട്ടിയാണ്. ദുഷ്ടനാണെങ്കിലും അവനും തൻ്റെ കുഞ്ഞാണ്.